മേഖലയിലെ പ്രധാന ശക്തി എന്ന നിലയിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾക്കാണ് ഇന്ത്യ എന്നും നേതൃത്വം നൽകുന്നത്. ഈ മുൻകരുതലിന്റെ ഭാഗമായാണ് ഇന്ത്യൻ നാവികസേന മിനിക്കോയ് ദ്വീപിൽ പുതിയ നാവികത്താവളം കമ്മീഷൻ ചെയ്തത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ യുദ്ധവിമാനങ്ങൾ വന്നിറങ്ങാൻ സൗകര്യമുള്ള എയർ സ്ട്രിപ്പും യുദ്ധക്കപ്പലുകൾക്കായുള്ള പ്രത്യേക തുറമുഖവുമൊക്കെ ഉൾപ്പെടുത്തിയാണ് INS ജഡായു എന്ന മിനിക്കോയിലെ പുതിയ നാവികത്താവളം ഒരുക്കിയിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ നാവികത്താവളമാണ് INS ജഡായു. നിലവിൽ ലക്ഷദ്വീപിലെ കവരത്തിയിലാണ് ഒരു നാവികത്താവളമുള്ളത്. ബിത്ര ദ്വീപിലും ഒരു നേവൽ ഡിറ്റാച്ച്മെന്റ് ബേസ് ഒരുക്കുന്നത് പുരോഗമിക്കുകയാണ്. മാലദ്വീപിന്റെ ചൈന അനുകൂല നിലപാടുകളും ഇന്ത്യയോടുള്ള നീരസവും നിലനിൽക്കുന്നതിനിടയിലാണ് മിനിക്കോയിൽ പുതിയ നാവികത്താവളം വരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സ്ഥാനം കണക്കിലെടുത്താൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമാണ് ലക്ഷദ്വീപിനുള്ളത്. ലക്ഷദ്വീപ് ദ്വീപസമൂഹത്തിന്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മിനിക്കോയ് ദ്വീപിനും തന്ത്രപ്രധാനമായ സ്ഥാനമാണുള്ളത്. സമീപ രാജ്യമായ മാലദ്വീപിലെ ഭാഷകളുമായി സാമ്യമുള്ള മഹൽ ഭാഷയാണ് മിനിക്കോയ് ദ്വീപിൽ സംസാരിക്കപ്പെടുന്നത്. സാംസ്കാരികമായും ലക്ഷദ്വീപിനേക്കാൾ മാലദ്വീപിനോടാണ് ഈ ദ്വീപിന് സാമ്യം. വാണിജ്യ കപ്പലുകളുടെ തിരക്കേറിയ പാതയായ 9 ഡിഗ്രി കപ്പൽ ചാലിലാണ് മിനിക്കോയ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചാനൽ മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്നു. 8 ഡിഗ്രി ചാനലാണ് മിനിക്കോയിയെ മാലദ്വീപിൽ നിന്നും വേർതിരിക്കുന്നത്. ലോകത്തിലെ പ്രധാന സമുദ്രപാതകളാണ് 8 ഡിഗ്രി ചാനലും 9 ഡിഗ്രി ചാനലും. അതുകൊണ്ട് തന്നെ സുപ്രധാന സമുദ്രപാതകളുള്ള മിനിക്കോയ് ദ്വീപിന്റെ സാമീപ്യം സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമാണ്. 1980കളുടെ തുടക്കത്തിലാണ് മിനിക്കോയ് നാവികസേന രൂപീകരിച്ചത്. തുടക്കത്തിൽ പരിമിതമായ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ചെറിയ യൂണിറ്റായാണ് മിനിക്കോയ് സ്ഥാപിച്ചത്. ഇപ്പോൾ ഇത് ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു സ്വതന്ത്ര നാവികത്താവളമായി വികസിപ്പിക്കുകയായിരുന്നു. മാലദ്വീപ് തലസ്ഥാനമായ മാലയിൽ നിന്നും വെറും 460 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയിൽ ഇന്ത്യയുടെ സ്ഥാനം അതീവ നിർണായകമാക്കുന്നതാണ് INS ജഡായു. സൂയസ് കനാൽ, പേർഷ്യൻ ഗൾഫ് എന്നിവിടങ്ങളിൽ നിന്നും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും പസഫിക് രാജ്യങ്ങളിലേക്കും കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ചരക്കുകളുമായി കപ്പലുകൾ കടന്നു പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 9 ഡിഗ്രി 10 ഡിഗ്രി ചാനലുകൾ വഴിയാണ്. 9 ഡിഗ്രി ചാനലിൽ മിനിക്കോയ്, അഗത്തി ദ്വീപുകളും 10 ഡിഗ്രി ചാനലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുമാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബാറിൽ ദ്വീപുകളുടെ നിരീക്ഷണം ശക്തമാക്കാൻ ഗ്രേറ്റ് നിക്കോബാറിലെ കാമ്പൽ ബേയിൽ ഇന്ത്യ ഇതിനോടകം തന്നെ പുതിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സമുദ്രഗതാഗതം നിരീക്ഷിക്കുന്നതിനും സുപ്രധാനമായ കടൽപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഒരു കാവൽക്കാരായി പ്രവർത്തിക്കുകയാണ് ലക്ഷ്യം. ഈ സമുദ്ര വ്യാപാരത്തിലും അറബിക്കടലിലെ സുരക്ഷയുടെ കാര്യത്തിലും ജഡായു നാവികത്താവളത്തിന് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ തന്ത്രപ്രധാനമായ നീക്കം. നേരത്തെ മൗറീഷ്യസിലെ അഗലേഗയിൽ ഇന്ത്യ നിർമ്മിച്ച എയർ സ്ട്രിപ്പിന്റെയും ജെട്ടിയുടെയും നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. ചൈന അനുകൂലിയായ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ തിരഞ്ഞെടുപ്പിന് ശേഷം മാലദ്വീപുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളായ സമയത്ത് ഈ നീക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാലദ്വീപിന് സമീപമുള്ള INS ജഡായുവിനും ചൈനീസ് കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കാൻ കഴിയും. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ വീണ്ടും ശക്തി പ്രാപിക്കുന്നതും ഹൂത്തി വിമതർ അക്രമം അഴിച്ചുവിടുന്നതും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം അനിവാര്യമാക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാക്കി. ഒപ്പം സമീപകാലത്ത് അറബിക്കടൽ മയക്കുമരുന്ന് കടത്തിന്റെ ഒരു പ്രധാന പാതയായി മാറിയിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നാണ് മയക്കുമരുന്ന് പ്രധാനമായും ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നത്. ചരക്ക് കപ്പലുകൾ വഴി മയക്കുമരുന്ന് കൈമാറി സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് കടത്തുകയാണ് പതിവ്. പടിഞ്ഞാറൻ തീരത്ത് നാവികത്താവളം സജ്ജമായതോടെ ഇവയടക്കം നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കും.